ഹലോ, ഇന്ന് ഞാൻ സ്വത്തുട്ടിയുടെ കൂടെ പുറത്ത് പോവാട്ടാ. തൃശ്ശൂർക്ക് പോണത് കുറച്ച് പരിപാടികളുണ്ട്. വീട്ടിൽ നിന്ന് ഒരു 10:45 ഇറങ്ങിയിട്ടാ. 11 മണിക്ക് ഒരു ബസ്സുണ്ട്. അപ്പോൾ ഡയറക്റ്റ് ബസ് കിട്ടുകയാണെങ്കിൽ അത് എളുപ്പമല്ലേ. അതല്ലെങ്കിൽ പിന്നെ മാറി കയറേണ്ടി വരും. അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. കുട്ടീനായിട്ട് പോകുമ്പോൾ ഒരു ബുദ്ധിമുട്ട് തന്നെയല്ലേ. അപ്പോൾ ബസ് സ്റ്റോപ്പിൽ എത്തിയപ്പോഴാണ് അറിഞ്ഞത് ആ ബസ് പോയിന്ന്. പിന്നെ ആകെ പെട്ടു. പിന്നെ മാറി കയറിയ വഴിയുള്ളൂ. അങ്ങനെ വേറെ ബസ്സിൽ മാറി പകുതി വഴിക്ക് ഇറങ്ങി അങ്ങനെ മാറി കയറേണ്ട ഒരു സിറ്റുവേഷൻ വന്നു. കുട്ടികളായിട്ട് പോകുമ്പോൾ ഒരു ബുദ്ധിമുട്ട് തന്നെയാണ്. 2-3 ബസ്സൊക്കെ മാറി കയറുക എന്നുള്ളതൊരു ബുദ്ധിമുട്ട് തന്നെയല്ലേ. ഞങ്ങൾ ഇറങ്ങിയത് പൂങ്കുന്നത്താട്ടോ. പൂങ്കുന്നത്ത് ഇറങ്ങിയിട്ട് ഒരു ഓട്ടോറിക്ഷ പിടിച്ചു. ട്രാവൽ ഏജൻസിക്ക് പോകാനുണ്ടായിരുന്നു. അപ്പോൾ പാസ്പോർട്ട് ഓഫീസിൻ്റെ അടുത്ത് തന്നെയാണ് അത്. അനിയത്തിയും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ കമ്പനിക്ക് ഒരാളായില്ലോ. ഞങ്ങളവിടെ എത്തിയപ്പോൾ തിരക്കൊന്നും ഉണ്ടായില്ല. അതാണ് ഏറ്റവും വലിയ ഭാഗ്യം. കാരണം അന്ന് പാസ്പോർട്ട് ഓഫീസൊന്നും ഇല്ലല്ലോ. അപ്പോൾ പിന്നെ തിരക്കില്ലാത്തതുകൊണ്ട് വേഗം കാര്യങ്ങൾ കഴിഞ്ഞ് പോരാൻ പറ്റി. കുട്ടികളായിട്ട് പുറത്ത് പോകുക എന്നുള്ളത് വലിയൊരു ടാസ്ക് തന്നെയാണ്, ശരിയല്ലേ. അവർ ഈ പറഞ്ഞ പോലെ ഓരോന്നിനും വാശി പിടിച്ച് ബഹളം ഉണ്ടാക്കി എളുപ്പമല്ല. ട്രാവൽ ഏജൻസിയിലെത്തി കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടി വന്നു കേട്ടോ. വേറൊരു കസ്റ്റമറും കൂടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ അവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഇനി ഭക്ഷണം കഴിക്കണ്ടേ, നല്ല വിശപ്പുണ്ടായിരുന്നു. സ്വത്തുവാണെങ്കിൽ വാശി പിടിച്ചിട്ട് സമ്മതിക്കണേ ഉണ്ടായിരുന്നില്ല. തൃശ്ശൂർ വന്നാൽ പിന്നെ ആ റൗണ്ടൊക്കെ ഒന്ന് കറങ്ങാണ്ട് ഒരു സന്തോഷം ഉണ്ടാവില്ല. വടക്കുന്നാഥനൊക്കെ കണ്ട് മൈതാനത്തൊക്കെ ഒന്ന് കറങ്ങി അതൊരു സന്തോഷമുള്ള കാര്യമല്ലേ. ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ ഞങ്ങൾ ഫ്രണ്ട്സോളം അങ്ങനെ ഇരുന്നു കേട്ടോ. ക്ലാസ്സൊക്കെ കട്ട് ചെയ്ത് മൈതാനത്ത് വന്ന് ചുമ്മാ ഇരിക്കുക ഒരു സന്തോഷമുള്ള കാര്യമല്ലേ. അങ്ങനെ ഞങ്ങൾ സ്വപ്നയുടെ അവിടെ എത്തി. സ്വപ്നയുടെ അവിടെ അടുത്തുള്ള ഹോട്ടലിലാട്ടോ ഞങ്ങൾ കയറിയത്. സ്വത്തുട്ടി ഓൾറെഡി പറയുന്നുണ്ടായിരുന്നു അവൻ എന്താ വേണ്ടേ, എന്താ ഭക്ഷണം കഴിക്കണേന്നൊക്കെ അവൻ ഓൾറെഡി പറയുന്നുണ്ടായിരുന്നു. ഈ ഹോട്ടൽ വരുന്നത് കല്യാൺ സിൽക്സിൻ്റെ തൊട്ടപ്പുറത്താട്ടോ. ഇത്തിരി താഴേക്ക് ഇറങ്ങിയിട്ടാണ് ഈ ഹോട്ടലുള്ളത്. വലിയ ഹോട്ടലല്ല, എന്നാലും ചെറിയൊരു ഹോട്ടൽ. അവിടെ എത്തിയപ്പോൾ തന്നെ സ്വത്ത് പറയുന്നുണ്ടായിരുന്നു കേട്ടോ അവന് ദോശ മതി, വേറൊന്നും വേണ്ട. അപ്പോൾ ഭക്ഷണം കഴിക്കാടാന്ന് പറഞ്ഞപ്പോൾ സമ്മതിച്ചില്ല. അവന് ദോശ മതിയെന്ന്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വീഡിയോ എടുക്കണ കണ്ടിട്ട് അവൾ എന്നെ വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞിട്ട് പരാതി. അനിയത്തി ചോറ പറഞ്ഞേട്ടാ, ഞാൻ ബിരിയാണി. എൻ്റെ ഫേവറേറ്റ് ആട്ടോ ബിരിയാണി. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ സ്വത്ത് പറഞ്ഞു അവന് പാർക്ക് തുറക്കണ സമയമായില്ലോ. അപ്പോൾ പാർക്കിൽ പോകണം, എന്തായാലും വന്നതല്ലേ അപ്പോൾ അങ്ങോട്ട് കയറാമെന്ന് പറഞ്ഞിട്ടാണ് അവൻ പാർക്കിൽ വന്ന്. അവിടെ എത്തിയപ്പോൾ തന്നെ അവൻ്റെ സന്തോഷം കണ്ട ഭയങ്കര ഹാപ്പി ആയിട്ട്. അവനെ കുറേ നാൾക്ക് ശേഷമല്ലേ പാർക്കിൽ പോണത്. അവന് ഭയങ്കര ഇഷ്ടമാണ് പാർക്കിൽ പോകാൻ. തൃശ്ശൂർ വന്നപ്പോൾ തന്നെ അവൻ പറയാൻ തുടങ്ങിയതാട്ടോ എനിക്ക് പാർക്കിൽ പോകണം, പാർക്കിൽ പോയേ പറ്റുള്ളൂ, എന്തായാലും പോകണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. എന്തെങ്കിലും അവൻ്റെ ആഗ്രഹം നടന്നുല്ലോ. നെഹ്റു പാർക്ക് ആദ്യത്തെ പോലെയല്ല കേട്ടോ, നല്ല ക്ലീനാണ്. അതുപോലെ തന്നെ ഒരുപാട് റൈഡുകളുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ സമയം പോണത് അറിയില്ല, അതാണ് മെയിൻ പ്രശ്നം. അവനെ സ്വത്തുട്ടിയോട് പറഞ്ഞു എനിക്ക് ഇഷ്ടമുള്ള റൈഡിൽ കയറിക്കോ, ഞങ്ങളിവിടെ ഇരിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അവൻ്റെ പിന്നാലെ നടക്കണ്ടല്ലോ. പാർക്കിൻ്റെ അകത്ത് ഇങ്ങനെ കുളവും മീനൊക്കെ ഉണ്ടെന്നുള്ളത് ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത്. ഞാൻ മുന്നേ ഈ ഏരിയയിൽ ഈ ഒരു സൈഡിലേക്ക് ഞാൻ വന്നിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ ചെടികളൊക്കെ സെറ്റ് ചെയ്തിരിക്കണ അടിപൊളിയായിട്ട് കേട്ടോ, സൂപ്പറായിട്ട്. പാർക്കിൽ നിന്ന് ഇറങ്ങിയപ്പോൾ സ്വത്തുവിന് കളിപ്പാട്ടങ്ങൾ വേണമെന്ന് പറഞ്ഞിട്ട് ഒന്നും വാങ്ങിയില്ല കേട്ടോ. ഞങ്ങൾ അവിടെ നിന്ന് പോരും ചെയ്തപ്പോൾ. പാർക്കിൽ ഞങ്ങൾ അധികം നേരം നിന്നില്ല കേട്ടോ. തിത്തക്കുട്ടി സ്കൂളിൽ നിന്ന് വരണ കാരണം അതിന് മുന്നേ വീട്ടിലെത്തണമല്ലോ. അപ്പോൾ അധികം നേരം നിന്നില്ല അവിടെ. സ്റ്റാൻഡിലെത്തിയപ്പോഴേക്കും ബസ് ഉണ്ടായിരുന്നു കേട്ടോ. അതൊരു ഭാഗ്യമായി, അല്ലെങ്കിൽ പിന്നെ വെയിറ്റ് ചെയ്യേണ്ടി വന്നിരുന്നു. വെയിറ്റ് ചെയ്യാന്നുള്ളത് ഇതിനേക്കാളും ദേഷ്യമുള്ള പരിപാടി വേറൊന്നുമില്ല. ബസ്സിൽ കയറിയപ്പോഴേക്കും സ്വത്തുട്ടിയുടെ പരാതി ഇതായിരുന്നു, അവന് കളിപ്പാട്ടങ്ങളൊന്നും വാങ്ങിയില്ല, ഒന്നും വാങ്ങി തന്നില്ല എന്നുള്ള പരാതി. അപ്പം അടുത്ത പ്രാവശ്യം വരട്ടെ, എന്നിട്ട് നിനക്ക് എന്തെങ്കിലും വാങ്ങിത്തരാമെന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ചു അവനെ. കുറേ നേരം ദേഷ്യം പിടിച്ചിരുന്നു കേട്ടോ അവൻ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അതിനെ ഉറക്കം വന്ന് അങ്ങനെ കിടന്നുറങ്ങി. അപ്പം ഇന്നത്തേക്ക് അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. ഓക്കെ, ബൈ.